Hi dear students, SSLC exam ഏകദേശം 12 മാർക്കോളം ചോദിക്കുന്ന ചാപ്റ്റർ ആണ് Arithmetic sequences. ഈ ഒരു ചാപ്റ്റർ അതുപോലെ തന്നെ ഫോർത്ത് ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അങ്ങനെ ചില ചാപ്റ്റേഴ്സിന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ 8-9 ക്ലാസ്സുകളുടെ ബേസ് വളരെ നിർബന്ധമാണ്. അപ്പോൾ Arithmetic sequences എന്ന ചാപ്റ്റർ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ് ഡെയിലി ഒരു ഫോളോ അപ്പ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഡെയിലി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വർക്കൗട്ടുകൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ. നമ്മൾ പഠിക്കാൻ എടുക്കുന്ന എല്ലാ സബ്ജക്റ്റും ഡെയിലി നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവായി മാറും. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ആദ്യം സീക്വൻസസിനെ കുറിച്ചൊന്ന് പറയാം. എന്താണ് സീക്വൻസസ്? സീക്വൻസസിനെ കുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 6 മാർക്കിന്റെ ഒരു ഭാഗം മെന്റൽ എബിലിറ്റി, നമ്മുടെ മാനസിക ശേഷി അളക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് സീക്വൻസസിന്റെ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ സീക്വൻസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്പേഴ്സിനെ അറേഞ്ച്മെന്റ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി അതിലുണ്ടായിരിക്കും. നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പെഷ്യൽ പ്രോപ്പർട്ടി. എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക സ്വഭാവത്തോടു കൂടി നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതാണ് സീക്വൻസസ് എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 1, 2, 3, 4 എന്ന് എഴുതി കഴിഞ്ഞു. വാട്ട് ഈസ് ദി നെക്സ്റ്റ് 2 നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഒരു എല്ലാ വിഭാഗങ്ങളിലും പറയും 5, 6. റീസൺ എന്താ? 1, 2, 3, 4 കഴിഞ്ഞാൽ 5, 6 ആണെന്ന് പറയാനുള്ള റീസൺ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇത് കാരണം. നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ 1, 2, 3, 4 അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. നമുക്ക് ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം. രണ്ടാമത് ഞാൻ പറയുന്നു 2, 4, 6, 8. വാട്ട് ആർ ദി 2 നെക്സ്റ്റ് നമ്പേഴ്സ്? ഏതൊക്കെയാണ് അടുത്ത 2 നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം 2, 4, 6, 8 കഴിഞ്ഞാൽ 10, 12 ആണെന്ന് പറയാം. 10, 12 എന്താണ് റീസൺ? കോൺസിക്യൂട്ടീവ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, ഈവൻ നമ്പേഴ്സ് ആണ് എന്നതുകൊണ്ടാണ് നമ്മൾ 10, 12 എന്ന് പറഞ്ഞത്. അടുത്തത് 1, 3, 5, 7, 9 എക്സെട്ര. ഇതിലെ നെക്സ്റ്റ് 2 നമ്പേഴ്സ് എത്രയായിരിക്കും? 11, 13 ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ടാണ്. അപ്പൊ സീക്വൻസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതൊന്നും ഓർത്ത് വെക്കുക. അരിത്തമെറ്റിക് സീക്വൻസ് മുതൽ പക്കാ പഠിക്കുക, അതാണ് ചെയ്യേണ്ടത്. അടുത്ത 5, 10, 15. 5, 10, 15, 20. What are the next 2 numbers? ഏതൊക്കെയാണ് അടുത്ത 2 നമ്പേഴ്സ്? 5, 10, 15, 20, 25, 30. എന്താ ഇവിടെ റീസൺ? മൾട്ടിപ്പിൾസ് ഓഫ് 5. ആരൊക്കെയോ തോന്നും 5 കൂട്ടി പോകുന്നതല്ലേ, അല്ലെ? 5 ആഡ് ചെയ്ത് പോകുന്നതല്ലേ, അതന്നെയാണ് മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നത്. അപ്പൊ 6 ആണെങ്കിൽ 6, 12 അങ്ങനെ വരികയാണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയണം. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 5 ആണെന്ന് നമുക്ക് പറയാം. അടുത്ത സീക്വൻസ് ഞാൻ എഴുതി നോക്കൂ. 1, 4, 9, 16 ഡാഷ് ഡാഷ്. അടുത്ത 2 നമ്പേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കുന്നു 1, 4 ആയി 3 കൂടി, 4, 9 ആയി 5 കൂടി, 9, 16 ആയി 7 കൂടി, 3 കൂടി, 5 കൂടി, 7 കൂടി, അങ്ങനെ പല റൂൾസ് ഉപയോഗിച്ചു. 3, 5, 7, അടുത്തത് 9 കൂടിയിരിക്കാം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 1 സ്ക്വയർ ആണ് 1, 2 സ്ക്വയർ, നെക്സ്റ്റ് 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. നോക്കുക, ഇവരെ നമ്മൾ വിളിക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെയാണ് ഈ 1, 4, 6, 9, 16 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ് ഈ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് 5 സ്ക്വയർ 25 ആണെന്നും 6 സ്ക്വയർ 36 ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ സീക്വൻസിനെ എന്ത് വിളിക്കും? സീക്വൻസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ആണ്. ഇനി നമുക്ക് 1-2 കൂടി കാണാം. അടുത്ത ഞാൻ എഴുതുന്നു നോക്കൂ. മറ്റൊരു സീക്വൻസ് 1, 8, 27 ഡാഷ് ഡാഷ്. നെക്സ്റ്റ് 2 നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അപ്പൊ കുറെ അധികം ചിന്തിച്ചു നോക്കുക. ഏതൊക്കെയാണ് 1, 8, 27 കഴിഞ്ഞാൽ അടുത്ത നമ്പേഴ്സ്? അങ്ങനെ ചിന്തിക്കുമ്പോൾ 1 ന്റെ ക്യൂബ് 1 × 1 × 1 ആണ് 1 ന്റെ ക്യൂബ്. ആ നമ്പറിനെ 3 ടൈംസ് ഇൻറ്റു ചെയ്യുക. 1 ന്റെ ക്യൂബ് 1 ആണ്. 2 ന്റെ ക്യൂബ് 2 × 2 × 2
ചില കുട്ടികൾ 2 into 3 6 എന്നൊക്കെ ചൊല്ലും. 1 into 2 into 2 into 2 എങ്ങനെ ചൊല്ലും? 1 2 3 എന്നല്ല ചൊല്ലേണ്ടത്. 2 into 2 4, 4 into 2 8 അങ്ങനെയാണ് ചൊല്ലേണ്ടത്. 2 3 6 എന്നൊന്നും പറയരുത്. അടുത്ത 3യുടെ ക്യൂബ് എത്രയായിരിക്കും? 3 into 3 into 3, 3 into 3 9, 9 into 3 27. 4ന്റെ ക്യൂബ് എങ്ങനെയാവും? 4 into 4 16, 16. 16 into 4 64, 64. 4ന്റെ ക്യൂബ് വേണമെങ്കിൽ ബുദ്ധിമുട്ട് ഉള്ളവര് മാത്രമേ ഈ സ്റ്റെപ്പ് എഴുതാൻ പാടുള്ളൂ. ശരിക്ക് 10 പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ എഴുതാൻ പാടില്ല. 5ന്റെ ക്യൂബ് 5 into 5 25 into 5 125. 6ന്റെ ക്യൂബ് 6 into 6 36 into 6 216. അങ്ങനെ 7ന്റെ ക്യൂബ് 343, 8ന്റെ ക്യൂബ് 512, 9ന്റെ ക്യൂബ് 729, 10ന്റെ ക്യൂബ് 1000. അപ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബുകളാണ് ഇവിടെ വരുന്നത് അല്ലെ. പെർഫെക്റ്റ് ക്യൂബ്സ് നമുക്ക് ഇവരെ വിളിക്കാം. പെർഫെക്റ്റ് ക്യൂബ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ക്യൂബ്സ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീക്വൻസുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അതായത് ഒരിക്കലും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത അത്രത്തോളം ഡിഫറെന്റ് വെറൈറ്റി സീക്വൻസുകൾ ഉണ്ടാക്കാം. അതിൽ നമുക്ക് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സീക്വൻസുകളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്നുള്ള നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോ അരിത്മെറ്റിക് സീക്വൻസിനെ നിങ്ങൾക്ക് നമുക്ക് ഷോർട്ടായിട്ട് AS അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നും വിളിക്കും. AP അരിത്മെറ്റിക് പ്രോഗ്രഷൻ രണ്ടും ഒന്നാണ്. അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇവിടെ അരിത്മെറ്റിക് സീക്വൻസ് ഓർ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം, സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. ഇവിടെ 1 കഴിഞ്ഞ് 4, 4 കഴിഞ്ഞ് 16, 4 കഴിഞ്ഞിട്ട് 9, 9 കഴിഞ്ഞിട്ട് 16 അങ്ങനെ ചൊല്ലുമ്പോ നിങ്ങൾ 1 4 ആയപ്പോ 3 കൂടി, 4 9 ആയപ്പോ 5 കൂടി, ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്ത് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരിക്കലും പാടില്ല. സെയിം നമ്പർ ആയിരിക്കണം ആഡ് ചെയ്ത് പോവേണ്ടത്. അങ്ങനെ സെയിം നമ്പർ ആണ് ഡിഫറൻസ് എങ്കിലാണ് നിങ്ങൾ അതിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഇത് ഓരോന്നും ടേംസ് ആണ്. ഫസ്റ്റ് നമ്പറിനെ ഫസ്റ്റ് ടേം എന്ന് വിളിക്കാം, സെക്കൻഡ് നമ്പറിനെ സെക്കൻഡ് ടേം എന്ന് വിളിക്കാം, തേർഡ് നമ്പറിനെ തേർഡ് ടേം എന്ന് വിളിക്കാം. അപ്പോ ഓരോ നമ്പേഴ്സിനെയും ടേംസ് എന്നാണ് വിളിക്കാം. ഈ ടേംസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് കോമൺ ആയിരിക്കണം. അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസിന്റെ ഇടയിലുള്ള ഡിഫറൻസ്, ഈ രണ്ട് ടേംസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് 2, 14 12 ഇടയിലുള്ള ഡിഫറൻസ് 2. അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് ആയിരിക്കും. കോമൺ ഡിഫറൻസ് ഉണ്ടാകുന്നതാണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് ആണെങ്കിലാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, എന്നാൽ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. കണ്ടല്ലോ, കോമൺ ഡിഫറൻസ് അല്ല. ഇത് 3, ഇത് 5, ഇത് 7. ഇത് എന്നാൽ ഒരു സീക്വൻസ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ആണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ആണ്. ഇതാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. സെയിം നമ്പർ ആഡ് ചെയ്ത് വരികയാണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ഇവിടെ സെയിം നമ്പർ ഏതാ? 2 അല്ലേ? അതിനെ നമുക്ക് ഇവിടുത്തെ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ D. ആ കോമൺ ഡിഫറൻസ് 2 എന്ന് പറയാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് CD എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. കോമൺ ഡിഫറൻസിന്റെ Cയും Dയും നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് D എന്ന് മാത്രം എടുത്താൽ മതി. കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യാൻ D എന്ന ലെറ്റർ ഉപയോഗിക്കും. അപ്പോ ഞാൻ ഇപ്പൊ ഈ ടോപ്പിക്കിൽ നിങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിച്ചത് എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്? സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് അരിത്മെറ്റിക് സീക്വൻസ്. നോക്കൂ, ഇവിടെ 10 8 6 4 2 ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? സെയിം നമ്പർ ആണ് ആഡ് ചെയ്തത്. പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, സെയിം നമ്പർ ആഡ് ചെയ്യില്ലേ? അല്ലല്ലോ, ഇത് രണ്ട് കുറഞ്ഞു പോവല്ലേ ചെയ്ത്. യെസ്, -2 കൂടി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനെ രണ്ട് കുറഞ്ഞു വരിക എന്ന് പറയുന്നത് -2 കൂടി വരിക എന്ന് പറയുന്നത് 1 ആണ്. 10നോട് -2 ആഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അല്ലേ അതിന്റെ ആൻസർ. 8നോട് -2 ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ 8ന്ന് 2 മൈനസ് ചെയ്യാറുള്ള 6 ആണ്. 6നോട് -2 ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ആഡ് ചെയ്തു എന്നുള്ളതിന് ഇവിടെ യാതൊരു വാല്യൂ ഇല്ല. 6ന്ന് 2 മൈനസ് ചെയ്യുക 4.
അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാം, സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് നമ്പറിനോട് ഒരു നമ്പർ ആഡ് ചെയ്തു, സെക്കൻഡ് നമ്പർ കിട്ടി. സെക്കൻഡ് ടേമിന്റെ കൂടെ അതേ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം കിട്ടുക. തേർഡ് ടേമിന്റെ കൂടെ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് ഫോർത്ത് ടേം കിട്ടുന്നത്. അപ്പൊ ഈ ഓരോ ടേംസിന്റെ ഇടയിലും ഒരു കോമൺ ഡിഫറൻസ് ആണ് എപ്പോഴും അരിത്തമെറ്റിക് സീക്വൻസിൽ ഉണ്ടാവുക. സെയിം ഡിഫറൻസ് ആണ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുക. കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഡി ആണ്. അപ്പൊ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് എല്ലാം തിരിച്ചറിഞ്ഞു. സെയിം ഡിഫറൻസ് അല്ല, സെയിം ഡിഫറൻസ് അല്ലാത്തതെല്ലാം സീക്വൻസുകളാണ്. സെയിം ഡിഫറൻസ് ആണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ എന്താ അരിത്തമെറ്റിക് സീക്വൻസ് പിടികിട്ടിയല്ലോ? എന്താണ് കോമൺ ഡിഫറൻസ്? ആ നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് എങ്ങനെ ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പോ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, എന്താണ് കോമൺ ഡിഫറൻസ്, ഇത് രണ്ടാണ് കാണുന്നത്. ഇനി ഫൈൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് ദി ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസസ്. ഇനി സീക്വൻസിനെ കുറിച്ച് മറക്കൂ, അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 10, 14, 18, 22 ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഫൈൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് അതിന് തൊട്ട് പിറകിലുള്ള നമ്പർ മൈനസ് ചെയ്യാം. 14ൽ നിന്ന് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കിട്ടും. അല്ലെങ്കിൽ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. 14ൽ നിന്ന് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 കിട്ടും. ഇതാണ് കോമൺ ഡിഫറൻസ്. ഇനി ചിലര് 14ൽ നിന്ന് 10 ആവില്ല മൈനസ് ചെയ്യുക, 18ൽ നിന്ന് 14 മൈനസ് ചെയ്താലും 4 കോമൺ ഡിഫറൻസ്. 22ൽ നിന്ന് 18 പോയാലും കോമൺ ഡിഫറൻസ് 4 കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. 10, 6, 8, 10, 6, 4, 10, 6, 4 etc. 10, 6, 2 etc. ഇതിന്റെ കോമൺ ഡിഫറൻസ് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? 10ൽ നിന്ന് 4 കുറഞ്ഞപ്പോഴാണ് 6 ആയത്, 6ൽ നിന്ന് 4 കുറഞ്ഞപ്പോഴാണ് 2 ആയത്. ഇവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? 6 മൈനസ് 10, 6 മൈനസ് 10. നോക്കൂ, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് വരണം. നിങ്ങൾ പലരും വിചാരിക്കും വലിയ നമ്പറിന് ചെറിയ നമ്പർ, അങ്ങനെയല്ല. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം. 5 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ്. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ്. അവിടെ വലിയ നമ്പർ ഏത് ചെറിയ നമ്പർ ഏത് എന്നുള്ള യാതൊരു പ്രാധാന്യവുമില്ല. മുന്നിലെ നമ്പറിൽ നിന്ന് ബാക്കിലെ നമ്പർ മൈനസ് ചെയ്യാം. 10th ടേമിൽ നിന്ന് ഇത് ഫിഫ്ത്ത് ടേമിൽ നിന്ന് 4th ടേം മൈനസ് ചെയ്യാം. 10th ടേമിൽ നിന്ന് 9th ടേം മൈനസ് ചെയ്യാം. 100th ടേമിൽ നിന്ന് 100ാമത്തെ നമ്പറിൽ നിന്ന് 99ാമത്തെ നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. 20th ടേമിൽ നിന്ന് 19th ടേം മൈനസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടും. എക്സാമിന് വരാറുണ്ട് അങ്ങനെ. ഇങ്ങനെ സീക്വൻസ് ഒന്നും തരാതെ നിങ്ങളോട് പറയും 10th and 11th term of an arithmetic sequence 20 and 26. What is its common difference? 10th and 11th term, 10th and 11th term of an arithmetic sequence 20 and 26. രണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും നമുക്കറിയില്ല. പക്ഷെ 10th ടേം എത്രയാണ്? 10ാമത്തെ സ്ഥാനക്കാരൻ 20 ആണ്, 11ാമത്തെ നമ്പർ 26 ആണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സീക്വൻസുകൾ തരാതെ രണ്ട് ടേംസ്, രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ് തന്നാൽ മതി. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണും? 6ൽ നിന്ന് 10 മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ മതി. 6ൽ നിന്ന് എങ്ങനെ 10 മൈനസ് ചെയ്യും? വലിയ നമ്പറിന്റെ സൈൻ എഴുതണം എപ്പോഴും. 6 പ്ലസ് ആയി 10 മൈനസ് ആയി, വലിയതിന്റെ സൈൻ ഇടണം. 10ന്റെ മൈനസ് ഇട്ടു, വലുതിന്റെ സൈൻ ഇട്ടു. 10ൽ നിന്ന് 6 പോയാൽ 4. ഇതാണ് കോമൺ ഡിഫറൻസ്. -4. -4 10ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 6 കിട്ടുന്നത്. 10ന്റെ കൂടെ -4 ആഡ് ചെയ്തപ്പോ 4 മൈനസും 10 പ്ലസും അല്ലേ? ഡിഫറൻസ് സൈൻ വന്ന വലുതിന്റെ സൈൻ ഇട്ടിട്ട് 10ന്റെ സൈൻ ഇട്ടു, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഡിഫറൻസ് സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. 10ൽ നിന്ന് 4 പോയാൽ 6. അങ്ങനെയാണ് സെക്കൻഡ് നമ്പറിലേക്ക് എത്തുക. സെക്കൻഡ് നമ്പറിനോട് വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. -4 ആഡ് ചെയ്യണം. 6 പ്ലസും 4 മൈനസും ഡിഫറൻസ് സൈൻ, വലുതിന്റെ സൈൻ ഇടുക, മൈനസ് ചെയ്യുക. അപ്പൊ +2. ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒരു നമ്പറിൽ നിന്ന് അതിന്റെ തൊട്ട് പിറകിലെ നമ്പർ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. നോക്കൂ, തേർഡ് ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ 100, 300,
500. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയുമല്ലോ. എത്ര കോമൺ ഡിഫറൻസ്? 300 100 പോയ 200. അത്രേ ഉള്ളൂ. അവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് മാത്രം അല്ലെ. അടുത്ത നോക്കൂ, ക്വാർട്ടർ 1/4 കാല് എന്ന് പറയുന്നത്. അര 1/2 ഹാഫ് ആൻഡ് ഹാഫ് ആൻഡ് ക്വാർട്ടർ എത്ര? 3/4 മുക്കാല് 1. ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആണ്. കാലിനോട് കാല് കൂട്ടിയ അര, അരയോട് കാല് കൂട്ടിയ മുക്കാല്, മുക്കാലിനോട് കാല് കൂട്ടിയ 1. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സെയിം നമ്പർ ആണ് ആഡ് ചെയ്യുമ്പോൾ. ഇവിടെ എത്ര കോമൺ ഡിഫറൻസ്? അരയിൽ നിന്ന് കാല് കുറച്ചാൽ എത്ര? കാലാണ്. അങ്ങനെ എഴുതാൻ പറ്റുന്നവർക്ക് അങ്ങനെ എഴുതാം. മുക്കാലിൽ നിന്ന് അര കുറച്ചാൽ കാല്, 1ൽ നിന്ന് മുക്കാല് കുറച്ചാൽ കാല്, അങ്ങനെ എഴുതാൻ പറ്റുന്നവർക്ക് അങ്ങനെ എഴുതാം. ഇനി അത് അല്ല ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാം. അരയിൽ നിന്ന് എങ്ങനെ കാല് കുറയ്ക്കാം? 1/2 മൈനസ് 1/4. ഇവിടെ രണ്ട് ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യാൻ വന്നാലും ആഡ് ചെയ്യാൻ വന്നാലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 1 into 4 4 മൈനസ് 1 into 2 2 by 4 into 2 8. 4 into 2 പോയപ്പോ 2 ആയി. 2/8. മുകളിലും ഈവൻ നമ്പർ, താഴെയും ഈവൻ നമ്പർ. മുകളിലും ഇരട്ട സംഖ്യ, താഴെയും ഇരട്ട സംഖ്യ വന്നാൽ ഹാഫ് ആക്കിയാൽ മതി. 2 ന്റെ ഹാഫ് 1, 8 ന്റെ ഹാഫ് 4, 1/4. കോമൺ ഡിഫറൻസ് ജസ്റ്റ് ഇത്ര എഴുതേണ്ടേ ഉള്ളൂ. ചെയ്യാൻ അറിയുന്നവർ ചെയ്യാം, അല്ലാത്തവർക്ക് അരയിൽ നിന്ന് കാല് പോയ കാലല്ലേ, മുക്കാലിൽ നിന്ന് അര പോയ കാലല്ലേ, 1ൽ നിന്ന് മുക്കാല് പോയ കാലല്ലേ. ഇനി ചില കുട്ടികൾ ഇങ്ങനെ അവരെ കുറച്ചിട്ടുണ്ടാവും, ഇതിൽ നിന്ന് ഇതാവും. ചിലവരെ സബ്ട്രാക്ട് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ടേം തേർഡ് ടേം ആവും. ഫോർത്ത് ടേം 1 മൈനസ് 3/4 ബൈ 1 ഇട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ ഇല്ലാത്തവർക്ക് നമുക്ക് ബൈ 1 ഇടാം. അപ്പൊ 5ന് by 1 ഇടാം. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 മൈനസ് 133 by 144. 4ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 1/4. ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈവൻ രണ്ട് മുകളിലും താഴെയും വന്നപ്പോൾ സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് വരെയാണ് ഇതുവരെ പറഞ്ഞത്. മനസ്സിലായല്ലോ?